ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ട്വിൻസ് വ്ലോഗ് ബൈ അബി ആൻഡ് ഗ്രീഷ്മ. അപ്പൊ നമ്മൾ ഇന്ന് കണ്ടേക്കുന്നത് കളം കാവൽ. ലീഡ് റോള് മമ്മൂട്ടി ആൻഡ് വിനായകൻ. വിനായകനാണ് ശരിക്കും ലീഡ് റോള്. മമ്മൂട്ടി പ്രതിനായകനാണെന്ന് മമ്മൂട്ടി തന്നെ കുറെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഡയറക്ടഡ് ബൈ ജിതിൻ കെ ജോസ്, റിട്ടേൺ ബൈ ജിതിൻ കെ ജോസ് ആൻഡ് ജിഷ്ണു, പിന്നെ സിനിമോട്ടോഗ്രാഫി ഫൈസൽ അലി, പിന്നെ എഡിറ്റഡ് ബൈ പ്രവീൺ പ്രഭാകർ, പ്രൊഡ്യൂസ്ഡ് ബൈ മമ്മൂട്ടി കമ്പനി. മമ്മൂട്ടി കമ്പനീന്റെ ആ ഒരു ലോഗോ കാണിക്കുമ്പോ തന്നെ കൈയടി തിയേറ്ററിൽ അത് ഒരു മിനിമം ഗ്യാരണ്ടി ആയി മാറി കഴിഞ്ഞു. ഇപ്പൊ എഡിറ്റ് ഒക്കെ കിണ്ണനാണ്, കുറെ ട്രാൻസിഷൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ അതൊക്കെ പറയുന്നതിന് മുമ്പ് പടം എങ്ങനെ ഉണ്ടായിരുന്നു? ലീഡ് റോളില് വിനായകനും പ്രതിനായകനായിട്ട് മമ്മൂട്ടി. അങ്ങനെയാണ് എല്ലാ ഇന്റർവ്യൂലും അവര് പറഞ്ഞത്. ഇപ്പൊ പടത്തിന്റെ ടീസർ ഇറങ്ങിയപ്പോ തന്നെ വി നായകൻ എന്നാണ് ഇട്ടേച്ചത്. അതേപോലെ തന്നെ മമ്മൂട്ടി പ്രതിനായകനാണെന്നുള്ള മിക്ക ഇന്റർവ്യൂലും മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും റോള് കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. പെർഫോമൻസ് വൈസ് രണ്ടുപേരും വാശിക്ക് അങ്ങാടും ഇങ്ങാടും പെർഫോം ചെയ്തിട്ടുണ്ട്. വിനായകൻ വിനായകൻ ഒരു നോർമൽ ഫ്ലോയിൽ അങ്ങോട്ട് പോയിട്ട് ലാസ്റ്റ് ഒക്കെ ആകുമ്പോ വിനായകന്റെ ക്യാരക്ടറിനെ അങ്ങോട്ട് അഴിച്ചു വിടുന്ന സീനാണ്. കിണ്ണം പടം, ഒന്നും പറയാനില്ല. ഒരു ക്രൈം ത്രില്ലറാണ് പടം, ഒരു സൈക്കോ ത്രില്ലർ എന്ന് പറയാം. പടം മൊത്തത്തിൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയും നമ്മളെ പിടിച്ചിരുത്തണ മൊമെന്റ് കുറെ ഒക്കെ ഉണ്ട് പടത്തില്. മാസ് സീൻസ് കുറെ ഉണ്ട്. പിന്നെ മമ്മൂട്ടിയാണെന്നുണ്ടെങ്കിൽ സിഗരറ്റ് കൊണ്ട് കാണിക്കാത്തൊന്നുമില്ല. സിഗരറ്റ് പുകവിടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സീനൊക്കെ ഉണ്ട്. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സീനാണ്. മൊത്തത്തില് കിഡിലും പടം, ഒന്നും പറയാനില്ല. നായികമാരെ പറ്റി പറഞ്ഞില്ല നമ്മള്. 22+ ആക്ട്രസ് എങ്ങാണ്ട് പടത്തിലുണ്ട്. ത്രൂ ഔട്ട് ഇല്ല, ഓരോ പോണതാണെങ്കിലും അത്രയും നായികമാരെ ഫിലിമിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പടം തുടങ്ങുമ്പോ തന്നെ ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു ലൈനിലാണ് തുടങ്ങണത്. ഇച്ചിരി ഒന്ന് സ്ലോ ഫേസ് ആവും നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അപ്പൊ തന്നെ ആ പടം പിന്നെയും പിക്ചർ ചെയ്യും. ആ ഒരു മൂഡിലാണ് പടം പോണത്. പടം കിഡ്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് അതിന്റെ എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് സൂപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കും അടിപൊളി, കുറെ സൈക്കിക് മ്യൂസിക്കുകൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ പടത്തിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. എഡിറ്റിംഗ് കുറെ ട്രാൻസിഷൻ സീൻസ് ഉണ്ട്. ഒരു സീനിൽ നിന്ന് വേറെ സീനിലേക്ക് പെട്ടെന്ന് ചേഞ്ച് ആയി പോണത്, വേറെ സിറ്റുവേഷനിലേക്ക് പോണത്, അല്ലെങ്കിൽ വേറെ ലൊക്കേഷനിലേക്ക് പോണ ട്രാൻസിഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ സൂപ്പർ ആയിരുന്നു പടത്തില്. പിന്നെ എടുത്തു പറയേണ്ടത് പെർഫോമൻസ്. ഈ രണ്ട് ക്യാരക്ടറിന്റെ ബേസിലാണ് പടം മൊത്തം പോണത്. മമ്മൂട്ടി വിനായകൻ, അത് സൂപ്പറായിട്ട് പടം മെർജ് ചെയ്തുകൊണ്ട് മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു കിണ്ണം കാച്ച പെർഫോമൻസ് വൈസ് ഒരു ത്രില്ലർ, സൈക്കിക് ത്രില്ലറാണ് പടം. കളം കാവൽ ലൊക്കേഷൻസ് ആണെന്നുണ്ടെങ്കിലും തമിഴ്നാട്, കേരളം, ആ ലാൻഡ്സ്കേപ്സ് ഒക്കെ കാണിക്കണമെന്നുണ്ടെങ്കിലും സൂപ്പറാണ് മൊത്തത്തിൽ. അപ്പൊ കിണ്ണം പടം. ഡു വാച്ച് കളം കാവൽ ഇൻ തിയേറ്റേഴ്സ്. അത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുക. ബൈ.